ഗോവിന്ദചാമി ചാടിയതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി വാ തുറന്നു. ഒരു ഓൺലൈനായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞു, ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ഓൺലൈൻ മീറ്റ് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഒരു സമഗ്ര അന്വേഷണം വേണം, ജയിൽ അന്വേഷണം ഒക്കെ അതിന് പുറമെയാണ് ഒരു സമഗ്ര അന്വേഷണം. അതിൽ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി അഡ്വക്കേറ്റ് CN രാമചന്ദ്രൻ നായരും മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും അടക്കമുള്ളവരാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. ഇത്തരത്തിലൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം ഇനിയുണ്ടോ? പണിയില്ലാതിരുന്ന 2 പേർക്ക് പണി കൊടുത്തു, ഒരു റിട്ടയർഡ് ജഡ്ജിക്കും ഒരു പോലീസ് ഓഫീസർക്കും. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന പോലെ വെറുതെ ആവൂ? നാണമില്ലേ എന്തിനിങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ? അല്ലാതെ തന്നെ നേരത്തെ നോക്കിക്കൂടായിരുന്ന? കണ്ണൂർ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാടല്ലേ, മൂക്കിന് താഴെയല്ലേ ഈ പറഞ്ഞ ജയിലിൽ എവരുടെയൊക്കെ ആളുകളല്ലേ ഈ കണ്ട പോക്കർത്തരെല്ലാം കാണിച്ചത്? വീഴ്ച പറ്റി എന്ന് സമ്മതിക്കുന്ന രീതിയിൽ ഇനി 3 എന്തിനും മീര പറ്റിയിട്ട് പറ്റി എന്ന് പറഞ്ഞത്? പറ്റിച്ചിട്ട് പറ്റി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ അത് പറയാ എന്നുള്ളത് ഭരണപക്ഷത്തുള്ളവരുടെ. ഇദ്ദേഹം ഇവിടെ ഭരണത്തിൽ കയറിയ ശേഷം എന്തെല്ലാം കെടുകാര്യസ്ഥത ഉണ്ടായിട്ട് അതെല്ലാം പറ്റി പറ്റി എന്ന് പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള അവരുടെ ആശുപത്രി കെട്ടിടങ്ങൾ തകർന്ന് വീണിട്ട് അതിനെ അദ്ദേഹം പറ്റി എന്ന് പറഞ്ഞു. എല്ലാം പറ്റും, പറ്റിയിട്ടൊരു അന്വേഷണ സംഘത്തെ വയ്ക്കും. ഇപ്പോൾ ആ ഒരു ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയെ വെച്ചേക്കുന്നു. പണിയില്ലായിരുന്ന ജഡ്ജിക്ക് പണി കൊടുത്തു, ജേക്കബ് പുന്നൂസിന് പണി കൊടുത്തു, പണിയില്ലായിരുന്ന ജേക്കബ് പുന്നൂസിന് പണി കൊടുത്തു. ഇതൊക്കെ ആരെ പറ്റിക്കാൻ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തുടക്കം മുതൽ ഇവർക്ക് ഈ പറയുന്ന പോലെ കണ്ണൂർ ജയിലിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സാധാരണ ജനത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇവരുടെ എല്ലാ ചെയ്ത്തുകളും അതിനകത്തുള്ളത് നമുക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഇവരുടെ തന്നെ തടവ് പുള്ളികളല്ലേ അതിനകത്ത് കിടക്കുന്ന കൊടി ക്രിമിനലുകൾ, ഇവരുടെ തന്നെ ആൾക്കാരല്ലേ. അവരുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന പോലെയല്ലേ ഈ കണ്ണൂർ ജയിലിനകത്ത് അവർ കിടക്കുന്നത്. ഈ TP വധക്കേസിലെ പ്രതികളെല്ലാം അവിടെയല്ലേ കിടക്കുന്നത് അല്ലേ? അവർക്ക് മൊബൈൽ കൊടുക്കുന്നില്ലേ? അവർക്ക് വേറെ എന്തെല്ലാം ഫെസിലിറ്റി അവിടെ ഉണ്ട്. അവർക്ക് കിട്ടുന്ന ആ ഫെസിലിറ്റികൾ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. എന്നിട്ട് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഈ പറയണ പോലെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ പിയണിക്ക ചോത്തി പുതയ്ക്കണം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അതല്ലേ ഇവിടെ സംഭവിക്കണം. അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കണം 3 മാസങ്ങൾക്കുള്ളിൽ 4 ജയിലുകൾക്കും വൈദ്യുതി ഫെൻസിങ്ങും CCTV. അതിപ്പം നമ്മൾ നേരത്തെ രാവിലെ എടുത്ത ടോക്കിൽ പറഞ്ഞ പോലെ CCTVക്ക് കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പം സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയുന്ന CCTV ഒക്കെ കൊണ്ട് ആ ഒരു പ്രശ്നം, ആ ഒരു വീഴ്ച പരിഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിസിറ്റി ഫെൻസിങ് 3 മാസം കൊണ്ട് അതെല്ലാം നേരെയാക്കും. അവിടെ നിന്നുള്ള കൊടും കുറ്റവാളിയായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയൂരിലെത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ ഒരു സിസ്റ്റം ഇത് മാറി, ആ കളറേ മാറി, ഫ്രെയിമേ മാറി. ഇപ്പോൾ ഇനി പുതിയ സെൻട്രൽ ജയിലും വരാൻ പോവാണ്. മീര, ഇതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഈ ഗോവിന്ദചാമി ചാടാൻ നോക്കിയതൊരു ടെസ്റ്റ് ഡോസാണ്. ഇതേപോലെ ചാടുന്ന ഒരു ടെസ്റ്റ് ഡോസാണ്. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദചാമി കുപ്രസിദ്ധ ക്രിമിനൽ, ഇവരുടെ കൂടെയുള്ള ഈ പറയുന്ന TP വധക്കേസിലെ പ്രതികൾ ആരെങ്കിലുമാണ് ചാടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? TP വധക്കേസിലെ പ്രതി ജയിൽ ചാടി, ഇവർ നമ്മളടക്കമുള്ള ആളുകൾ പറയും. ഗോവിന്ദചാമി ചാടിയപ്പോൾ ആര് ചാടിച്ചെന്ന് പറയും? ആരും ചാടിച്ചെന്ന് പറയില്ല. ഇത് സിസ്റ്റത്തിന്റെ കെടുകാര്യസ്ഥത മറക്കാൻ വേണ്ടി ഇപ്പൊ ഇത് കൊണ്ടുവയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കിത് പറയുമ്പോൾ അല്പം രാഷ്ട്രീയം കൂടെ ഒരിക്കലും പറയേണ്ടി വരും. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ ഈ 2ാമത്തെ ടേം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കാളും ബിലോ അങ്ങേയറ്റം ഒരു തരത്തിലുള്ള ഒരു ഇത് അദ്ദേഹത്തിന് ഒരു ഗ്രേഡ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അങ്ങ് താഴെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ താഴെ പോകുന്നതിൻ്റെ കാരണം എന്താ? പാർട്ടിക്കകത്ത് നിരവധി പാർട്ടി അണികൾ പറഞ്ഞിട്ടുണ്ട്, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ എന്ന് അദ്ദേഹം അവിടെ കൊണ്ടുവച്ചോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ അപജയമാണെന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ ഗ്രൂപ്പുകളിലിട്ട മെസ്സേജ് എനിക്ക് കാണാനുള്ള ഇടയുണ്ടായിട്ടുണ്ട്. പാർട്ടിക്കകത്ത് പാർട്ടി അണികളുടെ ഇടയിലുള്ള ഗ്രൂപ്പ് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾ ഈ ഭരണം തകർക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ADGP അജിത് കുമാറിൻ്റെ വിഷയം. ADGP അജിത് കുമാറിൻ്റെ വിഷയം ഇത്രയും പ്രശ്നമായിട്ട് അതിൻ്റെ ഒരു ക്ലോസ് ഉണ്ടായിട്ടുണ്ടോ? ബിലോ ആവറേജ് ആണ് പിണറായി വിജയൻ്റെ ഈ ഭരണം കൊണ്ടെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് ADGP അജിത് കുമാർ. ഒരു സർക്കാരിന് എന്തിന് ഇത്ര കണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കണം? ശബരിമല കേസ് കൂടെ വിവാദമായതിനു ശേഷം അതെന്തായി? അത് പൂരം കലക്കിയത് അതെന്തായി? ഒന്നും ആയില്ല. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ കേസ്, അതായത് നമ്മൾ പറയുന്നത് വീണ്ടും ശശിയിലേക്ക് തന്നെയാണ്. ശശിയെ ഈ പോലീസ് വകുപ്പ് ഏൽപ്പിച്ചിട്ട് ശശി എന്തെല്ലാം കെടുകാര്യസ്ഥത കാണിച്ചെന്നറിയാമോ? ഒന്ന് അവിടെ എന്താ പിണറായി വിജയൻ പാവമാണോ? എല്ലാം ശശിയുടെ തലയിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്ത പിണറായി വിജയന്റെ ബുദ്ധി കൂടെ ബിലോ ആവറേജ് എന്ന് പറയാൻ കാര്യം പിണറായി വിജയന് പഴയ കപ്പാസിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിന് ഒന്നും നോക്കാൻ സമയമില്ല.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പോലും കാര്യങ്ങൾ ചെയ്ത് സൈൻ പോലും ഇടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ സംവിധാനം പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പി ശശിയെ നമ്മൾ അജിത് കുമാറിൻ്റെ വിഷയം മാത്രമല്ല, ഇപ്പം മീര ചോദിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ നോക്കാൻ സമയമില്ലേ. ശശി ഒരു വേള നേരത്തെ നയനാരുടെ മന്ത്രിസഭയുടെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അന്ന് നയനാർ മന്ത്രിസഭയുടെ അവസാന നാളുകളൊക്കെ കയറൂരി വിട്ടതുപോലെയായിരുന്നു. ഒന്നും എന്തും ആർക്കും എവിടെ എന്തും ചെയ്യാൻ ശശിയാണ് മുഖ്യമന്ത്രി ആയിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴും അതുപോലെ തന്നെ. ഇപ്പോൾ ഈ പറയുന്ന കണ്ണൂർ ജയിലിൽ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യം പാർട്ടി വളരെ CPM-ന് ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കണ്ണൂർ തന്നെയുള്ള പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് ജയിൽ സംരക്ഷണ സമിതിയുടെ ആൾക്കാർ. ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നതൊക്കെ തന്നെ ആരാണ്? ഈ പറയുന്ന നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞ പിന്നെ നമ്മുടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വധവുമായി ബന്ധപ്പെട്ട പെരിയ കൊലക്കേസിലെ ആൾക്കാർ അവിടെ ഇല്ലേ? അവിടെ അവരെ കൊണ്ട് ആക്കിയത്, അവർ അവിടെ പോയിട്ട് തിരിച്ചു വന്നത്, ഇതൊക്കെ ജനം കാണുമ്പോൾ CPM ആകുമ്പോൾ എന്തും ചെയ്യാമെന്നുള്ള രീതിയിലല്ലേ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കാണിച്ചത് അല്ലേ? അപ്പോൾ കണ്ണൂരുള്ള ഈ സെൻട്രൽ ജയില് നിലവിൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരു സങ്കേതമാക്കാനാണോ പുതിയ സെൻട്രൽ ജയിൽ വരുന്നത്? അറിയില്ല. ഇവർക്കൊരു സങ്കേതം കാര്യം കാലാകാലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ എന്നും നാറ്റ പേരുണ്ടാക്കുന്ന ഈ കണ്ണൂർ എന്നുള്ള ആൾക്കാരാണ്. കണ്ണൂർ ഒരു വിഭാഗം, കണ്ണൂർ ലോബി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തങ്ങളാണ്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം നോക്കൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. കാര്യം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ കൂത്തുപറമ്പിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച 5 ചെറുപ്പക്കാരെ നിരുപാധികം വെടിവെച്ച് കൊന്ന പോലീസ് ഓഫീസറാണ്. എന്നിട്ട് ആ പോലീസ് ഓഫീസറെ എന്തിന് വീണ്ടും ഇവിടെ കൊണ്ടുവന്നു? ആ പ്രസ്ഥാനം ഇവർക്കൊരു വിഷയമല്ല, സ്വാർത്ഥ താല്പര്യമാണ് ഇവരുടെ വിഷയം. ഇവരുടെ ഇദ്ദേഹത്തിന്റെ മകളുടെ കേസ് ED അന്വേഷിച്ച് ഡൽഹി ഹൈക്കോടതി നിൽക്കുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ ഡൽഹി വഴി ഒന്ന് കൂട്ടി കിഴച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണോ വെച്ചിരിക്കുന്നത്? അപ്പോൾ അതിന് ഒത്താശ ചെയ്യാൻ പിണറായി വിജയൻ എന്തും കാണിച്ചാലും അതിന് ഒത്താശ ചെയ്യാനാണോ ഗോവിന്ദനും ജയരാജനും MB ജയരാജനും പി ജയരാജനും ഇനി ഏതൊക്കെ ജയരാജന്മാരുണ്ടോ എല്ലാ ജയരാജന്മാരും നിൽക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ സംശയമല്ലേ നമ്മൾ ചോദിക്കണേ? ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന അവമതിപ്പ് എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഇനി ആത്മാർത്ഥയോടെ നെഞ്ചി കൈവച്ച് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റും? പ്രസ്ഥാനമില്ലാതെ ഒരു റവാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവച്ച് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ കുഴിച്ചു മൂടിയിരിക്കുന്നു. ഇപ്പൊ കണ്ണൂർ എന്ന് പറയുന്ന അവരുടെ വികാരമായ സ്ഥലത്ത് ഈ ഒരു ജയിലിൽ ഇങ്ങനെ ഒരു കുപ്രസ്ഥ കൊലയാളി ചാടിയത്, കൈയില്ലാത്ത ഒരു കുപ്രസ്ഥ പിന്നെ ക്രിമിനല് ഇങ്ങനെ ചാടി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ? ഇതൊക്കെ അവിടെയുള്ള അവരുടെ തന്നെ സ്വന്തം തടവ് പുള്ളികൾ അല്ലെങ്കിൽ അവരുടെ പോലീസ് ഓഫീസർമാർ ചെയ്തു കൊടുത്താലും നമുക്ക് പറയാൻ പറ്റൂ? എത്ര പൊക്കമുള്ള ഒരു മതില് ഈ കാണുന്ന വടം കെട്ടിയുണ്ടാക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് കൈ പിടിച്ച് കയറി പോകാൻ പറ്റൂ? ഇതൊക്കെ ആര് കൂടെ പറയണേ? അപ്പൊ ഇത് ഈ പാർട്ടിക്ക് അവധിയല്ല. എന്തായാലും ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അടുത്ത AK സെന്ററിൽ കൂടുമ്പോൾ കണ്ണൂർ പാർട്ടിക്കകത്ത് ഈ ഉണ്ടായിരിക്കുന്ന കണ്ണൂർ പാർട്ടിക്കാർ തന്നെ ഈ ചോദ്യം ഇത് ചോദിക്കും. എന്തിന് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചിരിക്കുന്നു? എന്തിന് ഇങ്ങനെ ഒരു പോലീസ്? ഈ പറയുന്ന രീതിയിൽ ഒരു പുതിയ പോലീസ് ഓഫീസർ DGP ഒരു പുതിയ പോലീസ് ഓഫീസർ വന്നിട്ട് ഇതൊരു വലിയ അവമതിപ്പല്ലേ? ജയിലിൽ വന്നൊരു DGP ഇല്ലേ? ഇവർക്കൊക്കെ എന്താ പണി? CCTV ഇനി നല്ലവണ്ണം കാണാൻ പോണ CCTV നിങ്ങളുടെ ചക്രം എടുത്തല്ലേ കൊടുക്കാൻ പോണോ? ഈ ഖജനാവിന് കാശ് ആരതാ? നമ്മൾ കൊടുക്കുന്ന നികുതിയല്ലേ? ഇദ്ദേഹം 1 മാസത്തിന് മുമ്പല്ലേ ഇദ്ദേഹത്തിന്റെ ചികിത്സ നടത്തിയിട്ട് വന്നേ? അത് നമ്മുടെ കാശല്ലേ? അപ്പൊ ഈ കാശൊക്കെ എടുത്ത് എന്തുണ്ടായാലും SIT എന്ന് പറഞ്ഞ ഒരു പുതിയ അന്വേഷണ സംഘത്തെ വെക്കുക, ഇതേപോലെ ഒരു വിരമിച്ച പണിയില്ലാത്ത ഒരു ജഡ്ജിക്ക് പണി കൊടുക്കുക, ഒരു പോലീസ് ഓഫീസർക്ക് അന്വേഷണം കൊടുക്കുക, അതിന്റെ പേരിൽ ഒരു ഓഫീസ് തുറക്കുക, അവിടെ കുറെ സിസ്റ്റം വെക്കുക, ഇവരുടെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ചെക്കനും പെണ്ണിനും ഒക്കെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒരു ജോലി കൊടുക്കുക. ഇതൊക്കെ അല്ലേ ഇനി ചെയ്യാൻ പോകണം? അല്ല എന്തോന്നു ലാസ്റ്റ് റിപ്പോർട്ട് പൂർത്തപ്പെടണമെന്നല്ല, ഈ സർക്കാർ പോകുന്നത് വരെ ഈ റിപ്പോർട്ട് ഇങ്ങനെ നടക്കും. 1 മാസത്തെ കാലാവധി പറയും, 3 മാസം പറയും, അടുത്ത ഭരണം തീരാറാകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ബിറ്റ് വാർത്ത കാണും. ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നു, ജയിൽ അധികൃതരുടെ പിഴവല്ല, തീർന്ന. CCTV ഇല്ലായിരുന്നു, അത് വെക്കേണ്ടത് ഗവൺമെന്റ് ആയിരുന്നോ? എങ്ങും തൊടാത്തൊരു റിപ്പോർട്ട് വരും. ഞാനും നിങ്ങളൊക്കെ മക്കാരാവും, അത്രയേ ഉള്ളൂ. ഇതിനകത്തല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല. ഈ പറയുന്ന രീതിയിൽ ഈ പാർട്ടിക്ക് നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇത് ഒരു വേള ഈ ഭരണം പോകുന്നതിന്റെ കാരണമായി കൊണ്ട് തീരുന്ന രണ്ടാമത്തെ കാരണം. ആദ്യത്തെ കാരണം ഈ റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം, രണ്ടാമത് കണ്ണൂർ തന്നെ അവരുടെ മുന്നിൽ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിൽ പോലെ ഒരു വലിയ സെൻട്രൽ ജയിലാണ്. ഇവിടെ അടുത്ത വിയൂരാണ്, തൃശ്ശൂരിലെ വിയൂർ എന്ന് പറഞ്ഞത്. അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന് പുറത്ത് അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതും ആലോചിക്കുന്നുണ്ട് സർക്കാർ, അന്തർ സംസ്ഥാന മാറ്റം, ജയിൽ പുള്ളികളെ മാറ്റാനൊക്കെ
ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പോലീസിന് ജോലി, പോലീസ് ഇല്ല, പോലീസ് കുറവാണ് ജയിലുകളിലെ ഡ്യൂട്ടിക്ക്, പോലീസ് കുറവാണ്, ഇനിയും വേണം. പോലീസ് സേനയിലേക്ക് ആളെ ചെറുപ്പക്കാർ വരില്ല. അതൊന്ന്. രണ്ട്, ഇവരെയൊക്കെ ഈ ക്രിമിനലുകളെ ഉൾക്കൊള്ളാൻ സ്ഥലമില്ല. ഈ പറയുന്ന രീതിയിൽ മീര നിങ്ങൾ എന്താ പറയുന്നത്? ജയിലിൽ ഈ വന്ന ഒരു കഥയല്ല, ജയിലിനകത്ത് മൊത്തത്തിൽ അരാജകത്വം. ഇന്ന് മാതൃഭൂമി പത്രത്തിലൊക്കെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന ആ കാര്യമാണ്. എനിക്കോ നിങ്ങൾക്കോ ഒന്നും അറിയില്ല. നമ്മൾ അറിയാത്ത നിരവധി കഥകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ എല്ലാം സംഭവിച്ചിട്ട് അന്വേഷണം വയ്ക്കുക, അതിൻ്റെ റിപ്പോർട്ട് തേടുക, അല്ലേ? എല്ലാം നമ്മളെല്ലാം കണ്ണി പൊടിയിടാനായിട്ടൊരു സംഭവമാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ഈ പാർട്ടിക്ക് ഇനി അടുത്ത് കൂടുന്ന സംസ്ഥാന സമിതിയിൽ കണ്ണൂർ ഘടകം തന്നെ എന്തിന് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചിരിക്കുന്നു? അണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുത്തൊരു തീരുമാനം മാത്രമായി സമഗ്ര അന്വേഷണം മാറുമെന്ന് പാർട്ടിക്കകത്തെ പുഴുക്കുത്തായിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം VS മരണപ്പെട്ടു. VSന് എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു സമ്മതി കിട്ടിയത്? പാർട്ടിക്ക് അതീതനായി ജനസമ്മതനായ ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് യുഗം അവസാനിക്കുമോ എന്നൊരു സാധാരണ കണ്ണൂരുകാരൻ്റെ ചോദിച്ചാൽ പോലും നമ്മളെ തല്ലാമെന്ന അനുഭവം ഉണ്ടായി. നിങ്ങൾ പറഞ്ഞില്ലേ ഇതോടുകൂടി ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ തല്ലാമെന്ന കമ്മ്യൂണിസ്റ്റുകാരാ ഈ കണ്ണൂരുള്ള കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അവർക്കൊക്കെ എന്ത് ബുദ്ധിയും വിവേകവും വിവരവും ഉണ്ട്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, തല്ലാൻ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ ഒരു വേള ഈ ഭരണം ഇല്ലാതാക്കാനുള്ള സർവ്വ അടവും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി വിശ്വസ്തനായി വിളിച്ച് പണിയേൽപ്പിച്ച ആളും കൂടെ ചേർന്ന് P. ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ഇത് നാശിച്ച് നാശകോശമാക്കി കൈ കൊടുക്കും. ബാക്കിയെല്ലാം നമ്മളെ പറ്റിക്കാൻ. അത്രയേ ഉള്ളൂ.